ഈ പ്രതാപചന്ദ്രനെതിരായ നടപടി അത് ഇപ്പോഴത്തെ പോലെ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങരുതെന്നാണ് മർദ്ദനമേറ്റ ഷൈനമോൾ പറയുന്നത്. നിലവിലുള്ള നടപടിയിൽ ആ കുടുംബം സംതൃപ്തരല്ല, ആ ദമ്പതികൾ സംതൃപ്തരല്ല. നിയമ പോരാട്ടം ഇനിയും തുടരും. പ്രതാപചന്ദ്രനെ കൊണ്ട് കോടതിയിൽ മറുപടി പറയിപ്പിക്കും. CI മർദ്ദിക്കുന്ന സമയത്ത് വനിതാ പോലീസുകാരും ഉണ്ടായിരുന്നു എന്ന് ഷൈനമോൾ പറയുന്നു. അനൽകാസ് ഇത് ഇടയ്ക്ക് റിപ്പോർട്ട് കാണാം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു വർഷം മുമ്പ് ഗർഭിണിയായ യുവതിയെ അവിടെ അന്നത്തെ CI ആയിരുന്ന പ്രതാപചന്ദ്രൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ മർദ്ദനത്തിനിരയായിട്ടുള്ള ഷൈമോളും അതോടൊപ്പം തന്നെ ഭർത്താവും ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ഇപ്പം ഒടുവിൽ മർദ്ദിച്ച CIക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുക. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നടപടിയെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ബാക്കി നമ്മൾ നിയമപരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഈ നടപടിയിൽ സംതൃപ്തരാണോ? അല്ല. വീണ്ടും അദ്ദേഹത്തിനെതിരെ നടപടികൾ വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതെ. അന്ന് ഈ പോലീസ് ഇപ്പോൾ അതിനുശേഷം ഒരുപാട് വാദങ്ങളായിട്ട് വരുന്നുണ്ട്. അതായത് അന്ന് ഈ കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് സ്റ്റേഷനിൽ വരുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ എറിയാൻ ശ്രമിച്ചെന്ന് അത്തരത്തിലുള്ള വാദം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാനെന്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത്? ഈ ശ്രമിക്കുന്നതും ചെയ്യുന്നതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്ന വരെയുള്ള CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കോടതിയിൽ ഹാജരാക്കും. ഞാനവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. ആകെ നിവർക്ക് നിലവിളിച്ച് കാര്യം. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം പുള്ളി അവിടെ പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ജീവനെ ആപത്ത് വരുത്തുന്ന രീതിയിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇന്നലെ അത് ജനങ്ങളെല്ലാവരും കണ്ടു. എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെയും അവരുടെ കോൺസ്റ്റബിൾസ് എടുത്ത് വലിച്ചൂരി എടുക്കുന്നത്. ആ വലിച്ചൂരി എടുക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് എന്തോരം വേദനിച്ചുണ്ടാവും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അത് അവിടെ തീർന്നു. പിന്നെ സ്റ്റേഷനിലേക്ക് ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ വഴിയിൽ വല്ലയിടത്തും എടുത്തു വെച്ചിട്ടാണോ വരുന്നത് അവർ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങളെ കയ്യിൽ വെച്ചിട്ടല്ലേ വരാം. അപ്പോൾ കുഞ്ഞുങ്ങളെ വേറെ വല്ലയിടത്തും വെച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ? പൊടിക്കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് വന്നു. അതിന് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് ഈ കാര്യത്തിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ഇതുണ്ട്. അതായത് പുള്ളി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നല്ലൊരു വിവരമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഈ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലത്ത് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു, അല്ലേ? അവിടെയല്ല ബുദ്ധി. അതല്ല ഉദ്യോഗസ്ഥൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അയാൾക്കത് ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഒരു യുവതിയെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ വന്ന യുവതിയുടെ ഇറങ്ങിപ്പോണ ഒരു വിഷയം ഞാൻ വേണമെങ്കിൽ തരാം. തുണി പുറകിൽ നിന്ന് കീറിപ്പൊളിഞ്ഞിട്ടാണ് ആൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അവസ്ഥ ഒന്ന് ആലോചിക്കുക. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും നിയമ പോരാട്ടം തുടരും തന്നെയാണ് ഷൈമോളുടെ ഭർത്താവും ന്യൂസ് മലയാളത്തോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം അനൽകാസ്, ന്യൂസ് മലയാളം, കൊച്ചി.